അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ അധ്യയന വർഷം ജൂൺ 3-ന് ആരംഭിക്കാനിരിക്കെ എടാട്ട് പ്രദേശത്ത് പയ്യന്നൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ദുരിതപാത. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിൽ 1 വർഷം നീണ്ടുനിന്ന സഹസ്ര കുംഭകലശാഭിഷേക മഹോത്സവത്തിന് സമാപനമായി. പതിനേഴും 23 കൂട്ടിയിട്ടപ്പോൾ 40-ന് പകരം 30 മാർക്ക്. അധ്യാപകന്റെ കൈപ്പിഴയിൽ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധ്യാൻ കൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ടത് ഫുൾ A+. വൈകിയെങ്കിലും ഫുൾ A+ ലഭിച്ച സന്തോഷത്തിൽ ധ്യാൻ കൃഷ്ണ. കണ്ണപുരം ചൈന ക്ലേ റോഡിൽ പൊട്ടിയ പൈപ്പ് ജല അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തി. റോഡിലെ കുഴി താൽക്കാലികമായി അടച്ചു. നടപടി നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷം ജൂൺ 3-ന് ആരംഭിക്കാനിരിക്കെ എടാട്ട് പ്രദേശത്ത് പയ്യന്നൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ഒരു ദുരിതപാത. ഭരണത്തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇതുവഴി കടന്നുപോകുന്നവർ ദയവായി ഉത്തരവാദപ്പെട്ടവരോട് ക്ഷമിക്കുക. അനാസ്ഥയുടെയും കെടുകാര്യസ്ഥയുടെയും കാഴ്ച കാണണമെങ്കിൽ എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ നിന്നും ഇതുവഴി ഒരു കാൽനട യാത്ര നടത്തണം. മധ്യവേനൽ അവധി കഴിഞ്ഞ ജൂൺ 3-ന് പയ്യന്നൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനിരിക്കെ വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ ഈ വഴിയിൽ കൂടി അഭ്യാസം നടത്തിപ്പോകുന്ന കാഴ്ചകൾ കാണാം. കാരണം പുതിയ അധ്യയന വർഷത്തിൽ ഈ ദുരിതപാത താണ്ടി വേണം വിദ്യാർത്ഥികൾക്ക് അവരവരുടെ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരാൻ. പഞ്ചായത്ത് അധീനതയിലുള്ള വഴിയാണിത്. വലിയ കല്ലുകൾ, പൊട്ടിയ ടൈലുകൾ, ചരൽമണ്ണ്, മഴ പെയ്ത് ചളിക്കുളമായിരിക്കുന്നു. ഇത്തരത്തിൽ ഇവിടുത്തെ ദുരിതങ്ങൾ എണ്ണിയാൽ തീരുന്നതല്ല. പയ്യന്നൂർ കോളേജിലേക്ക് മാത്രമല്ല, സംസ്കൃത സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, സ്കൂളുകൾ, അംഗനവാടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള പൊതുവഴിയുടെ അവസ്ഥയാണിത്. ദേശീയപാതയോടനുബന്ധിച്ച് അണ്ടർ പാസേജ് വരുന്ന പ്രദേശമാണിവിടം. ആരുടെ ഭാഗത്തുള്ള അനാസ്ഥ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ദുരന്തമാണ്. തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾ പുത്തൻ ഉടുപ്പിട്ട് എങ്ങനെ ഇതിലൂടെ പോകും എന്നുള്ളത്, അതിനെപ്പറ്റി ഒരു ഉത്തരം ആരാണോ തരേണ്ടത് അവർ തരണമെന്നാണ് മുൻ പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലക്ക് ഞാൻ പറയുകയാണ്. ഞാൻ ഡോക്ടർ പി ബാലകൃഷ്ണൻ. പയ്യന്നൂർ കോളേജ് ഗേറ്റ് മുതൽ ഇവിടെയുള്ള അംഗൻവാടി വരെ ടാർ റോഡുണ്ട്. വെറും 100 മീറ്റർ മാത്രമാണ് ഇനി ടാറിംഗ് നടത്തുവാനുള്ളത്. എന്നിട്ടും അധികൃതർ വേണ്ട ഗൗരവത്തിലെടുക്കാത്തതിനാൽ പ്രതിഷേധവും ഏറി വരുന്നുണ്ട്. ഒരു റോഡ് എന്ന രീതിയിൽ ഈ പൊതുവഴി വികസിപ്പിച്ചെടുത്താൽ എടാട്ട് ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷകൾക്ക് ദേശീയപാതയ്ക്കപ്പുറമുള്ള പല സ്ഥാപനങ്ങളിലേക്കും സർവീസ് റോഡ് ചുറ്റിത്തിരിയാതെ യാത്രക്കാരെ എളുപ്പത്തിൽ എത്തിക്കാനുമാകും. പക്ഷേ കാലവർഷാരംഭമായി. ഒരു വേനൽക്കാലം മുഴുവനുണ്ടായിട്ടും പ്രശ്നപരിഹാരത്തിന് മുതിരാത്തവർ ഈ മഴക്കാലത്ത് ഇനി എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. അതുവരെ ഈ ദുരിതപാത താണ്ടേണ്ടി വരും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ. മുൻ മന്ത്രി KP നൂറുദ്ദീന്റെ 8ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂരിൽ വച്ച് നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു.
പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് KP നൂറുദ്ദീൻ്റെതെന്ന് KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി പറഞ്ഞു. മികച്ച നിയമസഭാ സാമാജികനും സഹകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന KP നൂറുദ്ദീന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അറിയപ്പെട്ടു അദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി രൂപീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ സ്ഥലപ്പത്തിരിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായി എന്നെ പോലുള്ളവരെല്ലാം കാണുകയാണ്. അതിൻ്റെ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരുപാട് കുടുംബങ്ങൾ. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK രാജൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, M ഉമ്മർ, M പ്രദീപ് കുമാർ, KK ഫൽഗുനൻ, A രൂപേഷ്, KP മോഹനൻ, പിലാക്കൽ അശോകൻ, EP ശ്യാമള, PV പ്രിയ, T കുഞ്ഞികൃഷ്ണൻ, EP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സമര കേന്ദ്രവും പരിസരവും NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത ഉദ്ഘാടനം ചെയ്തു. ശുചിത്വനഗരം, സുന്ദരനഗരം, മാലിന്യമുക്തം നവകേരളം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ശുചീകരണം, പുഴയോര ശുചീകരണം, ജലാശയ ശുചീകരണം തുടങ്ങിയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായാണ് NSS പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11ന്റെ നേതൃത്വത്തിൽ ഉളിയത്ത് കടവും പരിസരവും ശുചീകരിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും പൊതു ഇടങ്ങളിൽ വലിച്ചെറിയാതെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അവിടം സന്ദർശിക്കുന്നവരുടെയും ചുമതലയാണെന്ന് പുതുതലമുറയിലൂടെ പകർന്നു നൽകുകയാണ് ഇത്തരം ക്യാമ്പയിൻ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത പറഞ്ഞു. NSS വളണ്ടിയർമാരോടൊപ്പം നഗരസഭാ ശുചീകരണ തൊഴിലാളികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ വസന്ത രവി, LSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P അജിത്, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഖ M, ശ്യാം കൃഷ്ണൻ OK, അജിത KV, വിധു TV എന്നിവർ സംസാരിച്ചു. മികച്ച സന്നദ്ധ സേവനത്തിന് NSS യൂണിറ്റിനുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി M വിജിൻ MLA. വ്യാഴാഴ്ച കോളേജിലെത്തി പ്രവൃത്തികൾ സന്ദർശിക്കുകയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതരും കോളേജ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സംസാരിച്ചതിനും ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട ദുരിതം ഏറിയതോടെ M വിജിൻ MLA കരാർ കമ്പനിയുടെയും ലിഫ്റ്റ് സ്ഥാപിച്ച ഏജൻസിയുടെയും പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ലിഫ്റ്റുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവൃത്തി വേഗത്തിലായത്. ഫിൻലാൻഡിൽ നിന്നുമാണ് യന്ത്രഭാഗങ്ങൾ എത്തിക്കുന്നത്. ലിഫ്റ്റ് സ്ഥാപിച്ച ഏജൻസിയുടെ ഭാഗത്തു നിന്നും ലിഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിനുള്ള യന്ത്രഭാഗങ്ങൾ വേഗത്തിൽ എത്തിക്കുന്ന കാര്യത്തിലും വീഴ്ച വന്നിട്ടുണ്ട്. 20 പേർക്ക് കയറാവുന്ന ഒരു ലിഫ്റ്റിന്റെ യന്ത്രഭാഗം എത്തിച്ച് തിങ്കളാഴ്ചയോടെ പ്രവർത്തനക്ഷമമാക്കും. 1 മാസത്തിനകം തന്നെ 4 ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. ഇതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും 10 ലിഫ്റ്റുകൾ മെഡിക്കൽ കോളേജിൽ സജ്ജമാകുമെന്ന് M വിജിൻ MLA പറഞ്ഞു. നിലവിൽ 4 ലിഫ്റ്റാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. 10 ലിഫ്റ്റാണ് നമുക്ക് പൂർണ്ണമായി ഉള്ളത്. അതിൽ 2 ലിഫ്റ്റ് ഇപ്പോൾ തകരാറിലാണ്, ഇടിമിന്നലേറ്റ് തകരാറിലാണ്. അതിൽ ഒരു ലിഫ്റ്റ് ഇപ്പോൾ വർക്ക് തിങ്കളാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് കമ്പനി പറഞ്ഞത്. ഫിൻലാൻഡിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഡ്രൈവ് എത്തേണ്ടത് എന്നിടത്ത് അതിൻ്റെ ഒരു കാലതാമസമാണ് ഇതിൽ വന്നിട്ടുള്ളത്. തൊട്ടടുത്ത ആഴ്ച തന്നെ നമുക്ക് മറ്റേ ലിഫ്റ്റ് കൂടി തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. 15 പേരെ ഉൾക്കൊള്ളുന്ന പുതിയ 2 ലിഫ്റ്റിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 1 മാസമാണ് നമുക്ക് സമയം പണി പൂർത്തീകരിക്കാൻ ആവശ്യമുള്ളത്. 1 മാസം കൊണ്ട് നമുക്ക് ആ പണി പൂർത്തീകരിക്കാൻ, വളരെ വേഗതയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി നടത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിൽ 1 മാസത്തിനകം 10 ലിഫ്റ്റുകളും പുതിയ ലിഫ്റ്റുകൾ എന്ന രീതിയിൽ കൂടുതൽ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും മുകളിലേക്കും താഴേക്കും എളുപ്പത്തിൽ വരത്തക്ക രീതിയിലുള്ള സജ്ജീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആശുപത്രി കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് കേന്ദ്രം തുടങ്ങിയവയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ചികിത്സാ സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും MLA പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K സുദീപും MLAക്ക് ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകം നടന്നു. 1015 കലശങ്ങൾ പൂജിച്ച് വ്യാഴാഴ്ച രാവിലെയാണ് കുംഭാഭിഷേകം നടന്നത്.
പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ പ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനം കുറിച്ച് സഹസ്ര കുംഭാഭിഷേകം നടന്നു. 1015 കലശങ്ങൾ പൂജിച്ച് വ്യാഴാഴ്ച രാവിലെയാണ് കുംഭാഭിഷേകം നടന്നത്. കാശി മഠാധിപതി രാഘവേന്ദ്ര സ്വാമി 108 കലശങ്ങൾ പ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തി. ക്ഷേത്രം മേൽശാന്തി ബാക്കി കലശങ്ങൾ അഭിഷേകം നടത്തി. തുടർന്ന് രാഘവേന്ദ്ര സ്വാമിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മകലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് അഭിഷേകം നടത്തി. കനകാഭിഷേകത്തിന് ശേഷം ദേവന് അഷ്ടമംഗല നിരീക്ഷണമൊരുക്കി. സഹസ്രദീപാലങ്കാരത്തിന് ശേഷം പ്രസാദ വിതരണത്തോടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ തയ്യാറാക്കിയ പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. മാറുന്ന കാലത്തിനനുസരിച്ച് AI പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കഴിവ് നേടിക്കെടുക്കുന്ന നിരവധി കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഇത്തരം സാധ്യതകൾ അറിയിക്കാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത്തരം കോഴ്സുകൾ ചെയ്യുവാനും അതുവഴി 2025 ശ്രീ ശങ്കരാചാര്യ നടത്തുന്ന മെഗാ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് ജോലി നേടാനുമായി ശ്രീ ശങ്കരാചാര്യ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് തിരഞ്ഞെടുത്ത ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലനിർത്തുവാനും അതിൻ്റെ ബഹുമുഖമായ സംരംഭങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നൽകി സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികമായ പരിശീലനം നൽകുന്നതിൽ രംഗത്തുണ്ടാകും എന്ന് കരുതുകയാണ്. രംഗത്തുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിൽ നിന്നും രോഗം മൂലമോ മരണം മൂലമോ ഏകവരുമാനം നിലച്ച കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൗജന്യ പരിശീലനം, കൂടാതെ ഏതെങ്കിലും ക്ഷേമ തൊഴിലാളി പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് ഫീസ് ഇളവോടുകൂടി പഠിക്കാനുള്ള സൗകര്യം, സഹോദരി സഹോദരങ്ങളായ 2 പേർക്ക് ഒറ്റ ഫീസിൽ പഠിക്കാനുള്ള അവസരം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഏളയാവൂർ, പയ്യന്നൂർ സെന്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട്, റാഷിദ് കുന്നംകുളം, പ്രദീപ് മഞ്ചേരി, ജനറൽ മാനേജർ ജ്യോതി പ്രകാശ്, പ്രിൻസിപ്പൽ ശ്രീജിത്ത് ഹരിദാസ്, ഇരിട്ടി സെന്റർ ഡയറക്ടർ ജഗ്ഗി മാത്യു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 17ഉം 23ഉം കൂട്ടിയിട്ടപ്പോൾ 40-ന് പകരം 30 മാർക്ക്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധ്യാൻ കൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ടത് ഫുൾ A+. റീവാലുവേഷനിൽ നഷ്ടപ്പെട്ട A+ തിരിച്ചു വന്നെങ്കിലും ഉത്തരക്കടലാസ് പരിശോധിച്ച അധ്യാപകന്റെ കണക്ക് കൂട്ടലിന്റെ പിഴയാണ് A+ വൈകിയെത്താൻ കാരണമായത്. ജീവശാസ്ത്രം പരീക്ഷാ കടലാസ് നോക്കിയ അധ്യാപകന്റെ കണക്കുകൂട്ടലിലെ പിഴ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധ്യാൻ കൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ടത് ഫുൾ A+. പരീക്ഷാ പേപ്പർ നോക്കിയ അധ്യാപകനാണ് 17ഉം 23ഉം കൂട്ടി 40-ന് പകരം 30 എന്ന് രേഖപ്പെടുത്തിയത്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ MV ഗിരീഷിന്റെയും NV പ്രിയയുടെയും മകനാണ് ധ്യാൻ കൃഷ്ണ. A+ കിട്ടാനുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നോക്ക് സാർ ഇനി റിസൾട്ട് വന്നപ്പോൾ 1 Aയും ബാക്കിയെല്ലാം A+ ആയിരുന്നു. അന്നേരം വിഷമായിരുന്നു, നല്ലോണം വിഷമായി. എൻ്റെ റിസൾട്ടെല്ലാം വന്നു. അപ്പോൾ A+ ആയി. ധ്യാൻ കൃഷ്ണയ്ക്ക് ഫുൾ A+ രക്ഷിതാക്കളും അധ്യാപകരും ധ്യാനും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 9 A+ഉം 1 Aയും. എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുന്ന ധ്യാനിന് ഇഷ്ടവിഷയമായ ബയോളജിയിൽ A ലഭിച്ചത് ആർക്കും വിശ്വസിക്കാനായില്ല. അങ്ങനെയാണ് റീവാലുവേഷന് അപേക്ഷിക്കുന്നത്. ഒപ്പം 200 രൂപ അധികം അടച്ച് ഉത്തരക്കടലാസും ആവശ്യപ്പെട്ടു. ഇത് കിട്ടുമ്പോഴേക്ക് ആകെ ഞെട്ടലായിപ്പോയി. എന്താ വെച്ചാൽ 23ഉം 17ഉം കൂടെ കൂട്ടിയിട്ട് 30 ഇട്ടത് കൊണ്ടാണ് A+ കിട്ടാതെ പോയത്, A ആയത്. അപ്പോൾ 40-ന് പകരം 30 ഇട്ടു. അത് നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇനി ഏത് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് പറയാൻ കാരണം. പുനഃപരിശോധനയിൽ ഫുൾ A+ കിട്ടിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിച്ചപ്പോഴാണ് ഉത്തരപേപ്പർ നോക്കിയയാളുടെ കണക്ക് പിഴ ബോധ്യപ്പെട്ടത്. 23ഉം 17ഉം കൂട്ടിയിട്ടത് 40-ന് പകരം 30 ആയിരുന്നു. ഇതാണ് ബയോളജിയിൽ A+ A ആവാൻ കാരണമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേരള മദ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ മന്ത്രി എം ബി രാജേഷ് രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനവും എക്സൈസ് മന്ത്രിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ മന്ത്രി എം ബി രാജേഷ് രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനവും എക്സൈസ് മന്ത്രിയുടെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്ഷയ് പറവൂർ, സൗമ്യ സത്യൻ, ഷിജു കല്ലേൻ, മിഥുൻ കുളപ്പുറം, ബൈജു ഏഴോം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനും മോർച്ചറിക്കും ശാപമോക്ഷം. ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ മോർച്ചറിയിൽ പുതിയ 4 ഫ്രീസറുകൾ എത്തുകയും സീവേജ് പ്ലാന്റ് അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു. അലക്യം തോട്ടിലെ വെള്ളത്തിൽ കലരുന്ന മാലിന്യങ്ങൾ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളിലെത്തി വെള്ളം മലിനമാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കാമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് MLAയുടെ ഇടപെടലിലൂടെ പ്ലാന്റ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള സാധ്യത തെളിഞ്ഞത്. ബുധനാഴ്ച മുതൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. കൂടാതെ എം വിജിൻ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതുതായി അതിനൂതനമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുവാനും 8 കോടി രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന STPയുടെ സീവേജ് പ്ലാന്റിൻ്റെ അറ്റകുറ്റപ്പണി അത് ഇന്നലെ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഏജൻസിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അത് കാലപ്പഴക്കം വന്നിട്ടുള്ള സീവേജ് പ്ലാന്റാണ്. ഒരു പുതിയ സീവേജ് പ്ലാന്റ്, അത്യാധുനികമായ ഒരു സീവേജ് പ്ലാന്റ് എന്നത് ആവശ്യമാണ് എന്നിടത്ത് തദ്ദേശ ഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട എം ബി രാജേഷ് മിനിസ്റ്ററോട് കഴിഞ്ഞ കേരള നിയമസഭാ സമ്മേളനത്തിൽ തന്നെ MLA എന്ന രീതിയിൽ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 8 കോടി രൂപ ഇവിടെ ഒരു പുതിയ സീവേജ് പ്ലാന്റിന് STPക്ക് അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിൽ മറ്റൊരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർച്ചറിയിലുള്ള 12 ഫ്രീസറുകളിൽ 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവയിൽ 2 എണ്ണം അജ്ഞാത മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മൃതദേഹങ്ങൾ എത്തുമ്പോൾ ബാക്കിയുള്ള 2 ഫ്രീസറുകൾ തികയാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ 4 പുതിയ ഫ്രീസറുകളാണ് പരിയാരത്ത് എത്തിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങൾ. ശിശു സൗഹൃദമായതോടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു. ഇത്തവണയും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മാതൃകാ പ്രവർത്തനമാണ് മൊറാഴ സൗത്ത് ALP സ്കൂൾ നടത്തിവരുന്നത്. വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുട്ടികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാലയങ്ങൾ. മികച്ച ഭൗതിക സാഹചര്യങ്ങളും ശിശു സൗഹൃദ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച നിലവാരവും പുലർത്തിയപ്പോൾ മിക്ക വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു. തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലയിലെ മൊറാഴ സൗത്ത് ALP സ്കൂളും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്ത് തന്നെ മികച്ച PTA-ക്കുള്ള 5ാം സ്ഥാനവും തുടർച്ചയായി 10 വർഷം തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിൽ 1ാം സ്ഥാനവും നേടി. കുട്ടികളെ വരവേൽക്കാൻ ചുവരിൽ വർണ്ണചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അറിവ് നൽകുന്ന ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. സ്കൂളിൽ കുട്ടികളെ വരവേൽക്കാൻ ഒരു ഗജരാജന്റെ ശില്പവും നേരത്തെ ഒരുക്കിയിരുന്നു. ഇത് ഏറെ കൗതുകകരമാണ്. കൂടാതെ കുട്ടികളുടെ പാർക്കിൽ തല ഉയർത്തി നിൽക്കുന്ന ജിറാഫിന്റെ ശില്പവും കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്നുണ്ട്. ഔഷധ സസ്യങ്ങളും മറ്റു ചെടികളും കൊണ്ട് ഒരുക്കിയ ഉദ്യാനവും ഏറെ ശ്രദ്ധേയമാണ്. പുളിമരച്ചോട്ടിൽ കുട്ടികൾക്ക് വിശ്രമിക്കാൻ ഇരിപ്പിടവും ഹൈടെക് ക്ലാസ് മുറികളും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രധാനാധ്യാപകൻ OC രാജേഷ് പറഞ്ഞു. ഒരു 30 അംഗ ബാൻഡ് സംഘം കുട്ടികളെ വരവേൽക്കുന്നതിനുണ്ട്. സ്കൂൾ കുട്ടികളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4-5 ക്ലാസ്സിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാൻഡ് സംഘം ഒരു LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതുമയാർന്ന ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 320 കുട്ടികൾ 1 മുതൽ 5 വരെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 65 കുട്ടികൾ പുതുതായി ഇത്തവണ 1ാം ക്ലാസ്സിലെത്തും. 130ഓളം കുട്ടികൾ LKG UKGയിലും പഠിക്കുന്നുണ്ട്. സ്കൂൾ HM OC രാജേഷ്, PK മനോജ്, K സുനിൽകുമാർ, K ഇബ്രാഹിംകുട്ടി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കണ്ണപുരം ചൈനാക്ലേ റോഡിൽ പൊട്ടിയ പൈപ്പ് ജല അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തി. റോഡിലെ കുഴി താൽക്കാലികമായി അടച്ചു. നടപടി നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന്. കണ്ണപുരം ധർമ്മശാല റോഡിൽ കണ്ണപുരം ചൈനാക്ലേ കമ്പനിക്ക് സമീപം കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഇത് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ വാർത്ത നൽകിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ ഇടപെട്ട് പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. KSU 67-ാം സ്ഥാപക ദിനം പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. KSU 67-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. മൂരിക്കോവൽ സജിത്ലാൽ മന്ദിരത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും മധുര വിതരണവും നടത്തി. KSU പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് അർഷാദ് കവായിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോ, ജനറൽ സെക്രട്ടറി വൈഷ്ണവ് TT, നവനീത് ഷാജി, ആത്മജ നാരായണൻ, ആഷ്ലി കരുണാകരൻ, യുക്ത ഷാജി, ഉമ്മൈബ UM എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ യുവജന കേന്ദ്രം പയ്യന്നൂർ നിയോജക മണ്ഡലം തലം ശാസ്ത്ര ക്യൂസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ BRC ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ BPC പ്രകാശൻ KC ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രബോധമുള്ള ഒരു തലമുറക്ക് മാത്രമേ നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ എന്നുള്ള ഒരു പദം ഇല്ലെങ്കിൽ വെറും ആനിമലായിട്ട് മനുഷ്യന്മാർ. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളാണ്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അവളിടം ജില്ലാ കോർഡിനേറ്റർ അനീഷ PP ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി. യുവജനക്ഷേമ ബോർഡ് പയ്യന്നൂർ നഗരസഭാ കോർഡിനേറ്റർ അർജുൻ, രമേശ് ബാബു, ക്വിസ് മാസ്റ്റർ CV രാജു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ ജനമൈത്രി പോലീസ്, ചെറുപുഴ JCI എന്നിവരുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ചെറുപുഴ ലയൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്വദേശത്തും വിദേശത്തും കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ജീവിതോപാധിയായി കണക്കാക്കുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകർ അവരുടെയൊക്കെ പ്രേരണയിൽ അവർ നൽകുന്ന വലിയ പ്രതീക്ഷകളിലൊക്കെ വിശ്വാസമർപ്പിച്ച് ഒരുപക്ഷെ വലിയ സാമ്പത്തിക ബാധ്യതയും പേറി വിവിധ കോഴ്സുകൾക്കായൊക്കെ എത്തിച്ചേരുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനമെങ്കിലും നിരാശരായി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ TP ദിനേശ് അധ്യക്ഷനായി. JCI നാഷണൽ ട്രെയിനർ മോഹൻരാജ് ക്ലാസ് നയിച്ചു. ചെറുപുഴ SI ND റോയ്ചൻ, CPO NP സഹദേവൻ, JCI ഭാരവാഹികളായ ജിഷ്ണുരാജൻ, രജീഷ് ഉദുമ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് SSLC, +2, ഡിഗ്രി, PSC, നവോദയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പോലീസ് സേനാംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ അധ്യയന വർഷം ജൂൺ 3 ആരംഭിക്കാനിരിക്കെ എടാട്ട് പ്രദേശത്ത് പയ്യന്നൂർ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ദുരിതപാത. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിൽ ഒരു വർഷം നീണ്ടുനിന്ന സഹസ്ര കുംഭകലശാഭിഷേക മഹോത്സവത്തിന് സമാപനമായി. 17ഉം 23ഉം കൂട്ടിയിട്ടപ്പോൾ 40-ന് പകരം 30 മാർക്ക്. അധ്യാപകന്റെ കൈപ്പിഴയിൽ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ധ്യാൻ കൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ടത് ഫുൾ A+. വൈകിയെങ്കിലും ഫുൾ A+ ലഭിച്ച സന്തോഷത്തിൽ ധ്യാൻ കൃഷ്ണ. കണ്ണപുരം ചൈനാക്ലേ റോഡിൽ പൊട്ടിയ പൈപ്പ് ജല അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്തി. റോഡിലെ കുഴി താൽക്കാലികമായി അടച്ചു. നടപടി നെറ്റ്വർക്ക് വാർത്തയെ തുടർന്ന്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.